ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാമാണെന്നാണ്. ഈ ഒരു സമയം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ്. അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിലാദ്യമായിട്ട് ആ ഒരു ലവേഴ്സ് ഒറാക്കിൾ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ഫസ്റ്റ് കാർഡ് പറയുന്നത്, ഇമാജിൻ ഓൾ അൺവാണ്ടഡ് തോട്ട്സ് ഡിസോൾവിങ് ഇൻ ടു ലൈറ്റ്, ക്രിയേറ്റിംഗ് റൂം ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് ഫോർ യുവർ ലൈഫ്. അതായത് ഈ ഒരു കാർഡ് പറയുന്നത് നമ്മളുടെ മനസ്സിനുള്ളിലെ എല്ലാ അനാവശ്യ ചിന്തകളും ഒഴിവാക്കാനാണ്. എല്ലാ അനാവശ്യ ചിന്തകളും പ്രകാശത്തിൽ ലയിപ്പിച്ചു കളയാനായിട്ടാണ് പറയുന്നത്. പകരമായിട്ട് പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പുതിയ പോസിബിലിറ്റീസിനായിട്ട് നമ്മുടെ മനസ്സാകുന്ന ആ ഒരു റൂം തുറന്നു കൊടുക്കുന്നതിനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ച് പെരുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് വരാൻ പോകുന്ന പുതിയ അവസരങ്ങളിലേക്ക് കണ്ണോടിക്കാനായിട്ടാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ആ ഒരു സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റിംഗ് മിറാക്കിൾസ് ആണ്. Your dream is soon to become reality. Trust your heart and continue to follow its guidance. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മാനിഫെസ്റ്റേഷൻസിന് പവറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളുടെ സ്വപ്നം അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് അത് റിയാലിറ്റി ആകാനായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹൃദയത്തെ വിശ്വസിക്കാനാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഗൈഡൻസ് സ്വീകരിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആ ഒരു ഉറച്ച ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ വേണം നമ്മൾ മുൻപോട്ട് പോകാൻ എന്നുള്ളൊരു ഗൈഡൻസാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ കുറച്ച് പിടിവാശിയൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തോടും അവനവന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് താല്പര്യമുള്ള ഒരാളായിരിക്കും. അവർക്ക് പ്രിയപ്പെട്ടതൊന്നും വിട്ടുകൊടുക്കാനായിട്ട് മനസ്സില്ലാത്ത തരത്തിലുള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ സൊസൈറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ജോബ് വൈസ് ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് സമൂഹത്തിൽ 10 പേരാൽ അറിയപ്പെടുന്ന ഒരാൾ അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു എന്താ പറയുക, ഒരു നിലയും വിലയും എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു രീതിയിലുള്ളൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്സുള്ളൊരു വ്യക്തിയായിരിക്കാം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചെയ്തു കൊടുക്കാനായിട്ട് സന്നദ്ധത കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ ഇവരുടെ കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ അത്രയും പേരിൽ നിന്ന് ഈ ഒരു പേഴ്സണെ തന്നെയായിരിക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് എല്ലാവരും തിരഞ്ഞെടുക്കുക. അത്രത്തോളം ഒരു എന്താ പറയുക, ജനങ്ങളെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് വാക്ചാതുര്യമുള്ളൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അവരെക്കാൾ മികച്ചതായിട്ട് മറ്റാരെങ്കിലും ഉണ്ടെന്ന് ചിലപ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അവർക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ അവരെക്കാൾ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ മറ്റു വ്യക്തിയാണ് മികച്ചു നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ ഇവർ സമ്മതിച്ചു തരില്ല. അതായത് അവരുടെ ഒരു ഈഗോ ഹെർട്ട് ചെയ്യുന്ന ഒരു പരിപാടിക്കും അവരെ കിട്ടില്ല എന്നുള്ളതാണ് സാരം. അതുപോലെ തന്നെ ഇവർ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവർക്ക് പാരൻസ്, സിബ്ലിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തികൾ തന്നെയായിരിക്കും. അപ്പോൾ ഒരുപാട് കുടുംബസ്നേഹമുള്ള വ്യക്തികളായിട്ടാണ് നമുക്കിവരെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇവരുടെ മൈൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ തീരുമാനങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവർ മാറ്റി പറയാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർ വളരെ ഉറച്ചൊരു ഡിസിഷനായിട്ടൊരു കാര്യം പറഞ്ഞ് നമ്മളവരെ വിശ്വസിച്ച് അവരതിലേക്ക് പോകുമെന്ന് കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊരു മനംമാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ ഇവർ തന്നെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല. ആദ്യം പറഞ്ഞിരുന്ന കാര്യം ഇവർ സമ്മതിച്ചതാണ് അല്ലെങ്കിൽ ഇവർ അക്സെപ്റ്റ് ചെയ്തതാണെന്നുള്ളത് അവരൊരിക്കലും സമ്മതിച്ച് തരില്ല. പെട്ടെന്നൊരു ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് നമുക്ക് ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ പറയാം.
അതുപോലെ തന്നെ ഒരു വ്യക്തിയോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഗാധമായിട്ടുള്ളൊരു സ്നേഹം ഇവർ പ്രകടിപ്പിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ മുഖസ്തുതി പറയുന്നത് കേൾക്കാനായിട്ട് വലിയ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. അതായത് ചിലപ്പോൾ മറ്റുള്ളവർ ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാതെ അതിലൊക്കെ സന്തോഷിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ ഇവരെ വെറുപ്പിച്ചു കഴിഞ്ഞാലും ഇവർ വളരെ ഡേഞ്ചറായിട്ടുള്ള ആൾക്കാരായിരിക്കാം. കാരണം ആ ഒരു വെറുപ്പ് അവരുടെ മനസ്സിൽ വളരെ കാലം സൂക്ഷിക്കുന്ന തരത്തിലുള്ള വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാവണം എന്ന വാശിയുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് പലപ്പോഴും ഒരു അനാവശ്യമായിട്ടുള്ള മത്സരബുദ്ധി ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ അതുപോലെ തന്നെ ഫ്രീഡത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് മറ്റുള്ളവർ ഒരു പരിധി കഴിഞ്ഞ് അവരുടെ ലൈഫിൽ കൈകടത്തുന്നതിനോട് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത തരത്തിലുള്ള വ്യക്തികളാണ്. അതേപോലെ തന്നെ ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അഗ്രസീവ് അല്ലെങ്കിൽ വയലൻ്റ് ആവുന്നൊരു നേച്ചർ ഉണ്ടാവാം. അത്രത്തോളം താല്പര്യം ഉണ്ടാവുന്നില്ല. ആ ഒരു കാര്യത്തിൽ നിന്ന് വേഗം സ്കിപ്പ് ചെയ്തു പോകുന്ന തരത്തിലുള്ള ഒരു നേച്ചറുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവരെന്തിനേക്കാളും പ്രാധാന്യമായിട്ട് അവരുടെ ഒരു ഫ്രീഡത്തിനെ തന്നെയാണ് ഇവർ കാണുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് വലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഒരു 30കളോ അല്ലെങ്കിൽ 40കളോ ഒക്കെ ആയിരിക്കാം അവരുടെ ഒരു പ്രായമായിട്ടുണ്ടാവുക. ആ ഒരു സമയത്തായിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് ലവബിളായിട്ടുള്ള വ്യക്തി തന്നെയാണ്. അവർക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് കൊടുത്തവർ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇടഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് സൂക്ഷിക്കാൻ വേണം. കുറച്ച് ഡേഞ്ചറായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ അവരുടെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നിങ്ങൾ കടന്നു ചെന്ന ശേഷം നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആരൊക്കെയാണ്, ഇനി നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് അല്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല എങ്കിൽ പോലും അവർ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം ആ ഒരു ഫോക്കസ് മാറിയിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റേതോ കാര്യം വന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് അവരുടെ ആ ഒരു ഫുൾ ഫോക്കസ് ഉള്ളത്. അവരുടെ ചിലപ്പോൾ മുഴുവൻ എനർജി അല്ലെങ്കിൽ അവരുടെ മുഴുവൻ കോൺസെൻട്രേഷനെല്ലാം ആ ഒരു സാഹചര്യത്തിലേക്കായിരിക്കാം അവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ആ ഒരു ലെസ് കോൺടാക്റ്റിലൂടെ ആയിരിക്കാം ഭൂരിഭാഗം വ്യക്തികളും. ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സണും നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ ആ ഒരു ലെസ് കോൺടാക്റ്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് സ്നേഹവും ആത്മാർത്ഥതയും അല്ലെങ്കിൽ അത്രയും ഒരു പരിഗണനയൊക്കെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ പഴയത്ര ആ ഒരു കെയറിങ്ങോ താല്പര്യങ്ങളോ ഒന്നും കാണുന്നതായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രെഡ് വഴി പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ ഇപ്പോൾ തീർത്തും ഒരു നോ കോൺടാക്റ്റ് പീരീഡിലൂടെ പോകാനുള്ള സാഹചര്യമുള്ളൂ. ബാക്കി മിക്കവർക്കും ഒരു ലെസ് കോൺടാക്റ്റോ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ നിങ്ങളുടെ അടുത്ത് വരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കും, പക്ഷേ വീണ്ടും തിരിച്ചു പോകും എന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. അവരേത് തിരക്കിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി തീർത്തും ഒരു നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ കാര്യം അന്വേഷിക്കാനായിട്ട് ഒന്ന് സ്പൈ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫോക്കസ് വേറൊരു കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളെ മിസ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരിക്കലും മടി കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് വ്യക്തികളുടെയെങ്കിലും ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആയിരിക്കാം. സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജോലിയോ അങ്ങനെ എന്തെങ്കിലും. അതായത് അവരുടെ ഒരു പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യത്തിലേക്കായിരിക്കും അവരിപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത്. ഒരു പക്ഷേ അവരുടെ ജോലിയിൽ ഒരു നെക്സ്റ്റ് പൊസിഷനിലേക്ക് ഉയരണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല നിലയിൽ എത്തിക്കണം. ആ ഒരു രീതിയിലൊക്കെയുള്ള ഒരു ഫോക്കസിങ്ങും ഭൂരിഭാഗം പേർക്കും ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഇവിടെ കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോക്കസ് ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഭൂരിഭാഗം വ്യക്തികൾക്കും അതിനകത്ത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് പേർക്ക് മാത്രം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ അതിനായിരിക്കാം ഇപ്പോൾ അവർ കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. ബാക്കി ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് അവർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയറാണ് അവരുടെ ഒരു പ്രോബ്ലം എങ്കിൽ പോലും അതിനകത്തെല്ലാം ഒരു സാമ്പത്തികം അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങളിപ്പോൾ യൂസ്ഡായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാര്യം ഇവർ കാണിക്കുന്ന ഒരു അകൽച്ച അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ ഫോക്കസ് ചെയ്യാതെ മറ്റേതോ കാര്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്നതിനായിട്ട് റെഡിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു പേഴ്സൻ്റെ നേച്ചർ ഇങ്ങനെയാണ്. ഇവരെവിടെ പോയി കഴിഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരും. അല്ലെങ്കിൽ അവരിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് തന്നെ ഒരു മാറ്റം അവർക്ക് ഉണ്ടാവും എന്നുള്ള എനർജിയിലാണ് നിങ്ങളിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വന്നോളും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു തോട്ട് വളരെ ക്ലിയറാണ്. കാരണം ഇപ്പോൾ ഉള്ള അവരുടെ ഒരു കാര്യം അല്ലെങ്കിൽ അവർ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു മാറ്റർ ഏതാണ്, അതിൻ്റെ ഒരു ആവേശം കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഈ ഒരു പേഴ്സണെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നോട് മിണ്ടുന്നില്ല, എന്തുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് അവരുടെ പുറകെ നടന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഒരുപാടായിട്ട് അവരെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പോലെ അത്രത്തോളം അവരെ ഒന്ന് അവരുടെ വഴിക്ക് വിടുക, അല്ലെങ്കിൽ അവരുടേതായ ഒരു ഫ്രീഡം കൊടുത്ത് അവരെ വിടുക എന്നുള്ളതാണ്. അത്രത്തോളം അവരെ പിടിച്ച് വെക്കാൻ നോക്കുന്തോറും നിങ്ങളിലേക്ക് അവർ റിട്ടേൺ വരാനുള്ള ആ ഒരു സമയവും വൈകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യങ്ങൾ നോക്കി അവരെ പോലെ തന്നെ നിങ്ങൾക്കും ഓരോ ഫോക്കസ് ഉണ്ട്, ആ ഒരു വഴിയിലേക്ക് നിങ്ങൾ തിരിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ പതിയെ നിങ്ങളിലേക്ക് ആ ഒരു ഫോക്കസ് അവരിപ്പോൾ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് മാറ്റാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നതൊന്നും ഈ ഒരു പേഴ്സണെ സഹിക്കാൻ പറ്റുന്നൊരു കാര്യമേ അല്ല. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിലേക്കുള്ള ശ്രദ്ധ കുറയുന്നു എന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സണ് നല്ല രീതിക്കുള്ളൊരു മാറ്റം വരുന്നതാണ്. ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സണോട് എക്സ്പ്ലനേഷൻസ് ചോദിച്ച് ചെല്ലുക, അല്ലെങ്കിൽ ഇവരില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് വരുന്നതാണ്. ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ അനുസരിച്ച് പ്രത്യേകിച്ചും അവരെ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവരില്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ജീവിതമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോവും ഇൻ ദ സെൻസ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് അത് നമുക്ക് അത്രയും താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മളെപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ കിട്ടും, അല്ലെങ്കിൽ അതവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിനോട് നമുക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അതിനെ കെയർ ചെയ്യില്ല. കാരണം എപ്പോൾ വന്നാലും അത് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് ഈ ഒരു പേഴ്സൻ്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കുക. ഇങ്ങനെയുള്ളൊരു സെപ്പറേഷനിലും കാര്യങ്ങളിലുമാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന തരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും ഇത് തന്നെ ചോദിച്ച് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ബലം പിടിച്ച് തിരിച്ച് വാങ്ങാനായിട്ട് നോക്കുക. ഇതൊന്നും ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് വർക്ക് ചെയ്യുന്നത്, ഞാനില്ലാതെ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല, അപ്പോൾ പിന്നെ കുറച്ച് വെയിറ്റ് ഇട്ടിരിക്കാം, എൻ്റെ സൗകര്യം കഴിയുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, നിങ്ങൾക്കും സ്നേഹിക്കാനും അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെയും ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടക്കുമ്പോഴാണ് അവർ നിങ്ങളുടെയും ഒരു വാല്യൂ മനസ്സിലാവുക. അപ്പോൾ അതിനുള്ളൊരവസരമാണ് ഇവിടെ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് എത്രത്തോളം താല്പര്യത്തോടു കൂടിയാണ് ആദ്യമേ മുതലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു സ്നേഹവും പരിഗണനയാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്, അതേ ലെവലിലേക്ക് തന്നെ അവർ വീണ്ടും തിരിച്ചു വരുമെന്നുള്ളതാണ്. അത്രയും അധികം ആ ഒരു പാഷനേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്കുക. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വരും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്ലൂസ് ആണോ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ 8 ആണ്. ലെറ്റർ S, നമ്പർ 24, Libra zodiac sign, letter Z, number 17, Capricorn zodiac sign, Alappuzha, June month, letter A, letter C, letter J, Kannur district, Pathanamthitta district, December month, letter Y, letter P, number 16,
number 20, number 29, April month, and last കോഴിക്കോട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങൾ തമ്മിൽ ഏത് തരത്തിലുള്ളൊരു സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് ഷുവറാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പോസിറ്റീവ് തോട്ടോടുകൂടി നിങ്ങൾ മുൻപിലേക്ക് പോവുക. നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും വരാം.